ജെയിൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരൊക്കെ ആയിരിക്കും. അവർ പറഞ്ഞതുപോലെ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാത്രമേ തിരിച്ച് വീട്ടിലോട്ടുള്ളൂ. എന്നിട്ടും വഴിതെറ്റി പോയി എന്നുള്ളതാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു നാട് കൂടിയാണ്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം, കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതലുള്ള ഒരു വലിയ ആശങ്കയാണ് ഒഴിഞ്ഞത്. ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ഒരു സംഘത്തിന് അത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലായിരുന്നു അല്ലേ? പൂജ, തീർച്ചയായിട്ടും ഇതിപ്പോൾ മലയാറ്റൂർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വനമേഖലയാണ്. അവിടെയാണ് ഈ 3 സ്ത്രീകളും പെട്ടുപോയത്. നമുക്കറിയാം, ഇവർ കാട്ടിലേക്ക് അവരുടെ പശുക്കളെ അന്വേഷിച്ച് പോയതാണ്. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് പശുക്കളെ കണ്ടെത്തി മടക്കിക്കൊണ്ടുവരിക എന്നത് തന്നെയായിരിക്കും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള മുൻകരുതൽ മാത്രമേ ഉണ്ടാവൂ. കാട്ടിലേക്ക് ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുന്നത് പോലെയുള്ള ഒരു യാത്രയൊന്നും ആയിരിക്കില്ല. എന്തായാലും അവർ കാട്ടിൽ പോയി അവിടെ പശുക്കളില്ല എന്ന് തിരിച്ചറിയുകയും ആ സമയമായപ്പോഴത്തേക്ക് അവരുടെ വീടുകളിൽ ഈ പശുക്കൾ മറ്റൊരു സ്ഥലത്തുകൂടി മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് അവർ സ്വാഭാവികമായും വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വീട്ടിലേക്ക് മടങ്ങിയെത്തി വീടിന് സമീപത്ത് ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്തെത്തിയപ്പോഴാണ് ഈ ആനക്കൂട്ടം നിൽക്കുന്നത്. പിന്നീട് അവർ ഭയപ്പെട്ടു പോയി. സ്വാഭാവികമായും 1-2 ആനകളല്ല, ഒരു കൂട്ടം ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് അവർ ഭയന്ന് ഓടുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഇപ്പോൾ ഈ കുട്ടമ്പുഴ ഉൾപ്പെടുന്ന പൂയംകുട്ടി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ മലയാറ്റൂർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള മേഖലകൾ ജനവാസ മേഖലയോട് ചേർന്നെല്ലാം വലിയ രീതിയിൽ ആനശല്യമുണ്ട്. അതോടൊപ്പം തന്നെ ആനകൾ ജനവാസ മേഖലയിൽ ഇറക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവർ ആനകളെ കാണുന്നതാണ്. സ്വാഭാവികമായും അവർക്കൊരു ആശങ്ക ഉണ്ടാവും. അവർ ഭയന്ന് ഓടുകയുമാണ് ഉണ്ടായത്. ഓടിയപ്പോൾ അവർക്ക് ദിശ തെറ്റിപ്പോയി.